വായന മരിക്കുന്നെന്ന അഭിപ്രായം ഒരു വേളയിലും ഉണ്ടായിട്ടില്ലെന്നും വായനയുടെ രീതികളാണ് മാറിയതെന്നും വായനയുടെ തടസ്സങ്ങൾ നീക്കാൻ ഡിജിറ്റൽ ലൈബ്രറിയുടെ സംവിധാനത്തെ പൂർണ്ണമായി വിനിയോഗിക്കണമെന്നും നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. വൈപ്പിൻ മണ്ഡലത്തിലെ ഹൈസ്കൂളുകളിൽ കെ.എൻ. ഉണ്ണികൃഷ്ണൻ എം.എൽ.എ. നടപ്പാക്കുന്ന ഈ ലൈബ്രറി പദ്ധതി പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉണ്ണികൃഷ്ണന്റെ ഈ മാതൃകാപരമായ പ്രവൃത്തി എല്ലാ മണ്ഡലങ്ങളും അനുവർത്തിക്കണമെന്ന് സ്പീക്കർ പറഞ്ഞു. കെ.എൻ. ഉണ്ണികൃഷ്ണൻ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ദേഹവിയോഗത്തിൽ കെ.എൻ. ഉണ്ണികൃഷ്ണൻ എം.എൽ.എ. അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സ്മാർട്ട് E3 സൊല്യൂഷൻസ് എം.ഡി. ഗോകുൽ ഗോവിന്ദ് ആമുഖ പ്രഭാഷണം നടത്തി. കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ മോൺ റോക്കി റോബിൻ കളത്തിൽ മുഖ്യാതിഥിയായി. പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ, കൈറ്റ് കോർഡിനേറ്റർ അജി ജോൺ, BPCL പ്രതിനിധി മുൻ രാജ്യാന്തര വോളിബോൾ താരം ടോം ജോസ്, ഹെഡ്മാസ്റ്റർ സേവ്യർ P.A., സ്കൂൾ ലീഡർ ആൻഡ്രിക് ജെയ്സൺ, വൈപ്പിൻ AEO ഷൈനമോൾ എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിന്റെ 140 മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. വൈപ്പിൻ മണ്ഡലത്തിൽ ഒരു സാംസ്കാരികമായ ഒരു ചൈതന്യം നിലനിർത്താനും അതിന് വളർത്തിയെടുക്കാനും വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇതിനകം ചെയ്തിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ആണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഈ പ്രവർത്തനങ്ങളിൽ സർക്കാരും ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനും നടത്തുന്ന സർഗാത്മകമായിട്ടുള്ള സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമുള്ള ഈ ഇടപെടലുകൾക്ക് നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിന്തുണയും സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അഭ്യർത്ഥിച്ചു. രൂപം നൽകുകയുണ്ടായി. മാത്രമായ രൂപപ്പെടുത്തിയ എഴുത്തുവിദ്യ പിന്നീട് വിനോദത്തിനും വിജ്ഞാനത്തിനും വിനിയോഗിക്കപ്പെട്ടപ്പോൾ അത് വായനയുടെ വാസ്തവിക ലോകത്തേക്കുള്ള ഒരു ചുവടുവെപ്പായി മാറി. അഗാധത്തിലേക്ക് വീണുപോയ ദേവതയുടെ ദുഃഖം മുതൽ ഒരു നേരത്തെ ആഹാരത്തിനായി രാവന്തിയോളം കഷ്ടപ്പെടുന്ന സാധാരണക്കാരന്റെ കണ്ണീര് വരെ അങ്ങനെ വായനയുടെ വിഷയങ്ങളായി വന്നു. വായനയുടെ കാര്യത്തിൽ നാം ഇന്ത്യക്കാർ ഒട്ടും പുറകിലല്ല. നളന്ദ യൂണിവേഴ്സിറ്റി പോലെയുള്ള വൻ സർവകലാശാലകൾ തലയുയർത്തിപ്പിടിച്ചു നിന്നിരുന്ന നമ്മുടെ നാട്ടിൽ അനവധി പുസ്തകങ്ങളാൽ സമ്പന്നമായ ഒട്ടനവധി ഗ്രന്ഥശാലകൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും 19ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെയും വായന എന്നത് സമൂഹത്തിലെ ഒരു പ്രബല വിഭാഗത്തിന്റെ മാത്രം അവകാശമായി തുടർന്നു. വേദങ്ങളും മറ്റു പുരാണ ഗ്രന്ഥങ്ങളോ വായിക്കാനോ ശ്രമിക്കാനുള്ള അവകാശമില്ലാത്ത ഒരു ജനത നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിന്റെയും സ്ഥിതി മറ്റൊന്നായിരുന്നില്ല. ഒരിക്കൽ വേദപാരായണം അറിയാതെ ശ്രമിച്ചു പോയൊരു താഴ്ന്ന സാധുക്കാരൻ ചുവട്ടിൽ ഈയം ഉരുക്കി ഒഴിച്ച തമ്പുരാക്കന്മാരുടെ നാടായിരുന്നു നമ്മുടേത്. എല്ലാവർക്കും നമസ്കാരം. ഡിജിറ്റൽ കാലഘട്ടത്തിൽ പുതിയ തലമുറയുടെ മുന്നേറ്റത്തിന് കരുത്തു പകരുവാനായി എല്ലാ HSS VHSE ഹൈസ്കൂളുകളിൽ ഈ ലൈബ്രറികൾ സ്ഥാപിതമാകുന്നു. വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഉപയോഗിക്കുന്നതിനായി ഏറ്റവും മികച്ച
ഒരു വിശാലമായ ലൈബ്രറിയോടൊപ്പം വിവിധ മേഖലയിൽ വൈദഗ്ധ്യം നേടുന്ന പരിശീലന പരിപാടികളും ഈ പദ്ധതിയുടെ ഭാഗമാവുകയാണ്. കൂടാതെ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ പ്രവേശന പരീക്ഷകളായി നീറ്റ്, JEE, PSC പരീക്ഷാ പരിശീലനം, വിവിധ ബാങ്ക് പരീക്ഷകൾക്കുള്ള പരിശീലനം, സിവിൽ സർവീസ് പരിശീലനം, IAS, KAS തുടങ്ങിയ പരീക്ഷകൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ആദ്യമായി ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. ഒരു മണ്ഡലത്തിൽ ഒരു MLA എല്ലാ വിദ്യാലയങ്ങളിലും ഈ ലൈബ്രറി സ്ഥാപിക്കുക എന്നുള്ളത് ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചരിത്ര മുഹൂർത്തത്തിന് നമ്മളെല്ലാവരും സാക്ഷികളാകുമ്പോൾ നമ്മൾക്കെല്ലാം ഏറെ അഭിമാനിക്കാം. ഈ ചരിത്ര പദ്ധതി നടപ്പിലാക്കിയതിന് വൈപ്പിൻകരയിലെ എല്ലാ വിദ്യാലയങ്ങളുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും നന്ദി അറിയിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ ഈ സമ്മേളനത്തിന് അധ്യക്ഷത അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട KN ഉണ്ണികൃഷ്ണൻ MLA ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും പുതുവഴികളിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഈ നൂതന പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ആദരണീയനായ നമ്മുടെ സ്പീക്കർ ശ്രീ IN ഷംസീർ സാറാണ്. നമുക്കറിയാം, സ്പീക്കർ എന്ന നിലയിലും അല്ലാതെയും അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ എന്നും കേരളീയ സമൂഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ വിദ്യാലയം 125-ാം വാർഷികം ആഘോഷിക്കുകയാണ്. അതിന് ഉദ്ഘാടനത്തിനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട MLAയുടെ സഹായത്തോടു കൂടി ഞങ്ങൾ തിരുവനന്തപുരത്ത് ജില്ലയ്ക്കുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നിയമസഭാ സമ്മേളനം നടക്കുകയാണ്, പുസ്തകോത്സവവും നടക്കുന്നുണ്ട്, അതിന് ചുമതലക്കാരനൊക്കെയാണ്, അതുകൊണ്ട് ഇപ്പോൾ വരാൻ ബുദ്ധിമുട്ടുണ്ട്, അടുത്തൊരവസരത്തിൽ ഞാൻ എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അത് ഇത്രയും വേഗം എത്തിച്ചേരുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ബഹുമാനപ്പെട്ട MLA വഴിയാണെങ്കിൽ പോലും ഞങ്ങളുടെ വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന ബഹുമാനപ്പെട്ട സ്പീക്കറിനോടുള്ള അകമഴിഞ്ഞ സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു. നല്ലൊരു കൈയ്യടി നമുക്ക് സ്പീക്കർക്ക് നൽകാവുന്നതാണ്. ഒപ്പം തന്നെ ഈ ഉദ്ഘാടന പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന് ആമുഖ പ്രഭാഷണം നടന്നത് സ്മാർട്ട് 3 സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് MD ഗോകുൽ ഗോവിന്ദ് സാറാണ്. സാറിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിലെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബിൻ കാത്തിലാണ്. കോട്ടപ്പുറം രൂപതയുടെ കീഴിൽ തന്നെയാണ് ഈ വിദ്യാലയവും പ്രവർത്തിക്കുന്നത്. ബഹുമാനപ്പെട്ട റോബിൻ അച്ഛനെ ഏറെ ആദരവോടെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് പ്രശസ്ത ഇന്ത്യൻ വോളിബോൾ പ്ലെയറായിട്ടുള്ള ടോം ജോസ് സാറാണ്. ടോം ജോസ് സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു ആശംസാ പ്രസംഗം നടത്തുന്നത് ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ചെയർമാനും പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള ശ്രീമതി രമണി അജയനാണ്. രമണി ചേച്ചിയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എറണാകുളം DD
ഒരു അത്യാവശ്യ കാര്യമുള്ളതുകൊണ്ട് എത്തിച്ചേരുകയെന്ന് അറിയിച്ചിട്ടുണ്ട്. പകരം വൈപ്പിനെയോ ഷൈനമോൾ മാം ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട വരെ ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. കൈറ്റ് എറണാകുളം ജില്ലാ കോർഡിനേറ്റർ അജയ് ജോൺ സാറുടെ സന്നിഹിതനാണ്. സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. റിലയൻസ് ജിയോ കേരളയുടെ അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള പ്രദീപ് കുമാർ സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുകൊണ്ടാണ് സാറിനോട് എത്തിച്ചേരാത്തത്. സാറിനെ സാന്നിധ്യത്തിലും സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ആദരം ഏറ്റുവാങ്ങുന്ന ഗ്രീൻ ഫിനാൻസ് ഹബ് അന്താരാഷ്ട്ര ഫെലോഷിപ്പ് 2025 ജേതാവ് ശ്രീമതി ജിത ജോണിയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സാംസ്കാരിക പ്രവർത്തന രംഗത്ത് ഒരു നീണ്ട കാലയളവ് പൂർത്തിയാക്കുന്ന ബഹുമാനപ്പെട്ട അയ്യമ്പള്ളി ഭാസ്കർ സാറിനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അജയ് ജോൺ സാർ എത്തിച്ചേർന്നിട്ടുണ്ട്. സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന് അജയ് ജോൺ സാർ ഈ സമ്മേളനം നന്ദി പ്രകാശിപ്പിക്കുന്നത് വിദ്യാലയത്തിന്റെ സ്കൂൾ ലീഡറായിട്ടുള്ള മാസ്റ്റർ ആന്റിക് ജേസനാണ്. ആന്റിക് ജേസനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കോട്ടപ്പുറം രൂപതയുടെ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ജനറൽ മാനേജർ ഫാദർ സിബിൻ കളർക്ക് ഇവിടെ സന്നിഹിതനാണ്. അച്ഛനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളിൽ കുറേയധികം പേര്, പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി MP, അതോടൊപ്പം എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മണ്ഡലത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും പ്രഥമാധ്യാപകരും അധ്യാപകരും മറ്റു വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെ സന്നിഹിതരാണ്. എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ, പ്രവർത്തകർ, മറ്റ് സാംസ്കാരിക പ്രവർത്തകർ ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് കലാപരിപാടികൾ അവതരിപ്പിക്കാനും അല്ലാതെയുമായി കുട്ടികൾ ചേർന്നിട്ടുണ്ട്. അവരെയും ഈ വിദ്യാലയത്തിലെ എല്ലാ വിദ്യാർത്ഥികളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. PTA പ്രസിഡന്റ്, MPT അംഗങ്ങൾ, PT അംഗങ്ങൾ, രക്ഷകർത്താക്കൾ, ഈ പരിപാടി വിജയത്തിൽ പ്രവർത്തിക്കുന്ന കമ്മിറ്റി അംഗങ്ങൾ, അധ്യാപകർ, അനധ്യാപകർ എല്ലാവരെയും ഒരൊറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നിലയുറപ്പിക്കുകയും അവയെ വർഗസമര കാഴ്ചപ്പാടുമായി കണ്ണിച്ചേർക്കുകയും ചെയ്ത വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം. ജീവിത പ്രയാസങ്ങളിൽ ഉലയുമ്പോഴും ജന്മിത്വത്തെ നെഞ്ചോടെ നേരിട്ട അദ്ദേഹം കേരളത്തിലെ ഐതിഹാസികമായ സമര മുന്നേറ്റമായ പുന്നപ്പുറ വയലാർ സമരത്തിൻ്റെ ഭാഗവുമായിരുന്നു. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ നേതാവായി ഉയർന്നു വന്ന VS 3 തവണ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി ചരിത്രപരമായ പോരാട്ടങ്ങളുടെ നേതൃത്വമായി. 2006 മെയ്യിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. പാരിസ്ഥിതിക പ്രശ്നങ്ങളെ വർഗസമരത്തിൻ്റെ ഭാഗമായി കണ്ട അദ്ദേഹം എക്കാലത്തും അതിനുവേണ്ടിയുള്ള നിലപാടുകളിൽ ഉറച്ചു നിന്നു. സ്ത്രീ സമത്വത്തിനും അവരുടെ ജനാധിപത്യ പോരാട്ടങ്ങളുടെയും നേതൃസ്ഥാനത്ത് നിലയുറപ്പിച്ചു. ആധുനിക കേരളത്തെ നിർമ്മിച്ച ത്യാഗസുരഭിലവും സംഭവബഹുലവുമായ ഒരു നൂറ്റാണ്ട് നമുക്ക് സമ്മാനിച്ചു കടന്നുപോയ ബഹുമാന്യനായ ശ്രീ VS അച്യുതാനന്ദന്റെ വേർപാടിൽ ഈ യോഗം അനുശോചനം രേഖപ്പെടുത്തുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സംസാരത്തിന് മുതിരുന്നില്ല. നമ്മുടെ ഈ ലൈബ്രറി കേരളത്തിൻ്റെ ചരിത്രത്തിൽ പൊതുവിലും വൈപ്പിൻ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ പ്രത്യേകിച്ചും വളരെ സവിശേഷമായ ഒരു പ്രാധാന്യമാണ് ഇതിനുള്ളത്. സ്വാഗത പ്രാസംഗികൻ അതിൻ്റെ വിവിധ വശങ്ങളെ സംബന്ധിച്ച് ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളം നമ്മുടെ വികസനത്തിൻ്റെ വഴികളിൽ 4 പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ പിന്തുടർന്നുകൊണ്ട് മുന്നേറുകയാണ്. ഒന്നാമത്തെ ഘട്ടം 56-ന് മുമ്പുള്ള കേരളത്തിൻ്റെ നവോത്ഥാന ഘട്ടമാണ്. മറ്റൊന്ന് 56-ലെ നമ്മുടെ കേരളത്തിൻ്റെ പിറവിയോട് ചേർന്ന് ആരംഭിച്ച ഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ 90-കൾ മുതൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വന്ന പുതിയ നവലിബറൽ നയങ്ങളുടെ കാലമാണ്. നാലാമത്തെ ഘട്ടം എന്ന് പറയാവുന്നത് 2016-ൽ വന്ന ഗവൺമെൻറ് മുതൽ ഇങ്ങോട്ടുള്ള നവ ലിബറൽ നയങ്ങൾക്ക് ബദലായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു സംസ്ഥാന ഗവൺമെൻറ് പ്രവർത്തിക്കുന്ന നാലാമത്തെ ഘട്ടമാണ്.
ഇന്നത്തെ ഘട്ടം ശാസ്ത്ര സാങ്കേതിക രംഗത്തെല്ലാം അത്ഭുതകരമായ മാറ്റങ്ങൾ വന്നിട്ടുള്ളൊരു ഘട്ടമാണ്. വിജ്ഞാനം തന്നെ മൂലധനമായി മാറുകയും അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങളിൽ അവരുടെ ദേശീയ ഉൽപാദനത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വിജ്ഞാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വ്യവസായങ്ങളോ സ്ഥാപനങ്ങളുമാണ് നൽകുന്നതെന്നുള്ള പുതിയ കാലത്തിലൂടെയാണ് നാം ജീവിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് എല്ലാം വന്ന അത്ഭുതകരമായ മാറ്റങ്ങളെ സ്വാംശീകരിച്ച് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ലഭ്യമാക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ കേരളത്തിന് മറ്റ് വികസിത രാജ്യങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർകളും അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മന്ത്രി ബിന്ദു മേഡം ഉൾപ്പെടെ വളരെ ഭാവന സമ്പന്നതയോടെ ദീർഘവീക്ഷണത്തോടെ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു നവകേരളത്തിന്റെ ഭാഗമായി നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിൽ വലിയ പരിവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അങ്ങനെ ലോകത്തുള്ള മുഴുവൻ അറിവുകളെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നോളജ് ബേസ്ഡ് എക്കോണമിയായി, വിജ്ഞാനാധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയായി കേരളത്തെ പരിവർത്തനപ്പെടുത്തുന്ന ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഈ പുതിയ കാലത്ത് വായന മരിക്കുന്നില്ലെങ്കിലും വായനയുടെ രീതികൾ അത് റീഡിങ്ങിലേക്ക് മാറിയിട്ടുള്ള ഒരു പുതിയ ഘട്ടമാണ്. നമ്മുടെ കുട്ടികൾക്ക് എല്ലാ അറിവുകളും അവരുടെ വിരൽത്തുമ്പിൽ ലഭ്യമാകണം. അങ്ങനെയാണ് ലൈബ്രറി എന്ന് പറയുന്ന ആശയം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ ലൈബ്രറി സ്ഥാപിക്കുന്നത് 20 സ്ഥലങ്ങളിലാണ്. 12,33,000 രൂപയാണ് ഒരു യൂണിറ്റിനുള്ളത്. അതിന്റെ ഒന്നാം ഘട്ടം 1 കോടി രൂപ നമുക്ക് നൽകിയിട്ടുള്ളത് BPCL ആണ്. BPCLനെ പ്രതിനിധീകരിച്ച് ദേശീയ വോളിബോൾ താരമായ ശ്രീ ടോം നമ്മുടെ ഈ വേദി അലങ്കരിക്കുന്നുണ്ട്, ധന്യമാക്കുന്നുണ്ട്. ആ BPCLന്റെ രണ്ടാം ഘട്ടം 1.5 കോടി രൂപ അധികം വൈകാതെ തന്നെ മറ്റു സ്കൂളുകളിൽ ഇത് സ്ഥാപിക്കുന്നതിന് നമുക്ക് നൽകുന്നതാണ്. അതുപോലെ എൻ്റെ MLA ഫണ്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സർക്കാർ ഉത്തരവുണ്ട്. ആ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ലൈബ്രറി സ്ഥാപിക്കുന്നത്. 20 വിദ്യാലയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉൾപ്പെടെ 20 സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ഡലത്തിലെ 100% സ്കൂളുകളിലും 100%വും ഈ ലൈബ്രറി സ്ഥാപിക്കുന്ന കേരളത്തിലെ ഏകവും ആദ്യത്തേതുമായ മണ്ഡലം വൈപ്പിൻ മണ്ഡലമാണെന്ന് വളരെ ചാരിതാർത്ഥ്യത്തോടെ അഭിമാനത്തോടെ നിങ്ങളുമായി ആ സന്തോഷം ഞാൻ പങ്കുവെക്കുകയാണ്. ഞാനൊരു പ്രസംഗത്തിനിവിടെ മുതിരുന്നില്ല. ഞാൻ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രസംഗം തന്നെ നമ്മുടെ ബഹുമാന്യനായ സ്പീക്കറുടെയും അതുപോലെ തന്നെ കോട്ടപ്പുറം അതിരൂപതയുമായി ബന്ധപ്പെട്ട ജനറൽ മാനേജറുടെ കൂടിയാണ്. അതുപോലെ റോക്കി റോബിൻ കളത്തിൽ അച്ഛൻ്റെ കൂടി പ്രസംഗമാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. മറ്റുള്ള ആളുകളും പ്രസംഗിക്കും. അതുകൊണ്ട് ഞാൻ അവരുടെ എല്ലാ സമയം ഞാൻ അപഹരിക്കുന്നില്ല. എന്നിരുന്നാലും ഒരു തീരദേശ മണ്ഡലം എന്ന നിലയിൽ നമ്മുടെ ജനങ്ങൾ നേരിടുന്ന ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളോടുള്ള ഒരു 1-2 കാര്യങ്ങളിലുള്ള പ്രതികരണം മാത്രം ഞാൻ അറിയിക്കുകയാണ്. തീരദേശത്തെ ഒരു മണ്ഡലം എന്ന നിലയിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം 590 കിലോമീറ്റർ തീരം പങ്കുവെക്കുന്ന ഈ കേരളത്തിൽ 9 ജില്ലകളിലായി 47 മണ്ഡലങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് വൈപ്പിൻ മണ്ഡലം. കടലാക്രമണം വരുമ്പോൾ അതുപോലെ വേലിയേറ്റം ഉണ്ടാകുമ്പോഴെല്ലാം എല്ലാ മനുഷ്യരുടെയും മനസ്സുകളിൽ ആശങ്കയുടെ കരിനിഴലാണ് വീഴുന്നത്. ആ സങ്കടങ്ങളും ആ പ്രയാസങ്ങളും എല്ലാം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അതിന് പരിഹാരം കാണാൻ വേണ്ടി പരിശ്രമിക്കുന്ന പൊതുപ്രവർത്തകരാണ് ഞങ്ങൾ എല്ലാവരും. അതിൻ്റെ ഭാഗമായി ഹ്രസ്വകാലാടിസ്ഥാനത്തിലും ദീർഘകാലാടിസ്ഥാനത്തിലുമുള്ള പദ്ധതികളാണ് നാം ഇവിടെ നടപ്പാക്കുന്നത്. നമ്മുടെ മണ്ഡലത്തിലെ കടലാക്രമണം തടയുന്നതിനും തീരശോഷണം തടയുന്നതിനുമുള്ള ശാശ്വതമായ പരിഹാരം എന്ന നിലയിൽ ഓരോ ദീർഘകാല പദ്ധതി എന്ന നിലയിൽ ഈ അടുത്ത കാലത്ത് ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ജിയോ സിന്തറ്റിക് ട്യൂബ്, ഏതാണ്ട് 350-400 കിലോ ഭാരമുള്ള മണൽ ചാക്കുകൾ കടലിന്റെ 8 മീറ്റർ ആഴത്തിലുള്ള പ്രദേശങ്ങളിൽ അത് സ്ഥാപിച്ച് ഒരു മല പോലുള്ള ഭാഗത്തെ സൃഷ്ടിച്ച് കടലിന്റെ തിരമാലകളുടെ തീവ്രതകളെ ചെറുത്ത് അവിടെ പുതിയ തീരങ്ങൾ സൃഷ്ടിക്കുന്ന അതുവഴി ഒരു ബാക്ക് വാട്ടർ രൂപപ്പെടുത്തി അത് നമ്മുടെ വിനോദത്തിനും അതുപോലെ ടൂറിസത്തിനുമെല്ലാം പ്രയോജനപ്പെടുന്ന ഇടങ്ങളായി നമ്മുടെ തീരത്തെ മാറ്റുന്ന മനോഹരമായ ഒരു പദ്ധതിയാണ്. ആ പദ്ധതി കേരളത്തിന്റെ 22 സ്ഥലങ്ങളിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനാവശ്യമായിട്ടുള്ള തുക മുഖ്യമന്ത്രി ഒരു മാസങ്ങൾക്ക് മുമ്പ് 100 കോടി രൂപയാണ് അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. നമ്മുടെ മണ്ഡലത്തിൽ ഞാറക്കൽ കടപ്പുറത്തും നായരമ്പലത്തും ചെറായി ബീച്ചിലുമായി അത് നടപ്പാക്കാൻ പോവുകയാണ്. ഈ മൺസൂൺ കാലം പിന്നിട്ട് കഴിഞ്ഞാൽ അതിന്റെ ടെൻഡർ നടപടികളും മറ്റു കാര്യങ്ങളും അത് കടന്നുവരും.
കടലാക്രമണത്തെ തുടർന്ന് വീടുകൾ നഷ്ടപ്പെടുകയും അതിന്റെ ഭീഷണി നേരിടുന്നവർ, അതുപോലെ വേലിയേറ്റത്തിന്റെ ഭാഗമായി ദുരിതമനുഭവിക്കുന്നവർ, അവരെ പുനരധിവസിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു പദ്ധതി കൂടി തയ്യാറാക്കിയിട്ടുള്ള വിവരം ഞാൻ ഈ സന്ദർഭത്തിൽ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. 50 കോടി രൂപയാണ് അവരുടെ പുനരധിവാസത്തിന് വേണ്ടി നാം മാറ്റിവെച്ചിട്ടുള്ളത്. കടലോരത്തെ ആളുകളെ മാറ്റി താമസിപ്പിക്കാൻ അല്ലെങ്കിൽ സുരക്ഷിതമായ ഭവനങ്ങൾ ഒരുക്കാനുള്ള പുനർഗേഹം പദ്ധതിയും അതിന്റെ 10 ലക്ഷം രൂപയും, അവർ മാറി താമസിക്കാൻ സന്നദ്ധമാണെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പഞ്ചായത്ത് ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ അതിർത്തിയിലുള്ള റവന്യൂ പുറമ്പോക്ക് ഭൂമികൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചോ, അല്ലെങ്കിൽ ഒരു ഫ്ളാറ്റുകൾ അതുപോലുള്ള കാര്യങ്ങൾ നിർമ്മിക്കുന്നതിന് സ്വകാര്യ വ്യക്തികൾ സന്നദ്ധമായി മുന്നോട്ട് വന്നാൽ, അതുമല്ലെങ്കിൽ വിലക്കെടുക്കാവുന്ന ഭൂമി പഞ്ചായത്ത് ചൂണ്ടിക്കാണിച്ചാൽ അത് വിലക്കെടുത്ത് ഫ്ളാറ്റുകളും കൂട്ടായ പാർപ്പിട സമുച്ചയങ്ങളും ഈ 50 കോടി രൂപയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മനോഹരമായ ഒരു പദ്ധതി നമ്മൾ തയ്യാറാക്കിയ വിവരം സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയും, അതിനുവേണ്ടി 1 ഏക്കർ ഭൂമി എടവരക്കാട് പഞ്ചായത്തിന്റെ ഭരണാധികാരി 1 ഏക്കർ ഭൂമി ഇപ്പോൾ തന്നെ അവർ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള വിവരവും ഞാൻ പ്രത്യേകമായി അറിയിക്കുകയാണ്. നമ്മുടെ പൊതുപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, അതുപോലെ ത്രിതല പഞ്ചായത്തിന്റെ പ്രതിനിധികളെല്ലാം ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തീരദേശത്തെ ജനങ്ങളെ രക്ഷിക്കാൻ ഈ പുനരധിവാസ പദ്ധതിയെ വിജയിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വരണം എന്ന് മാത്രം ഞാൻ ഡിജിറ്റൽ ലൈബ്രറി അല്ലെങ്കിൽ ഈ ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സെക്രട്ടറി എബ്രഹാം മാത്യു സാറാണ് ഇന്ന് പങ്കെടുക്കേണ്ടിയിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് മിനിസ്റ്റർ വിളിച്ചൊരു അത്യാവശ്യ മീറ്റിംഗ് കാരണം ഇന്ന് വരാൻ കഴിഞ്ഞില്ല. ഈ ലൈബ്രറി എന്ന് പറയുന്നത് നമ്മൾ പുസ്തകങ്ങളെ ബുക്ക് ആക്കി മാറ്റിയിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ഇന്നത്തെ തലമുറ വായനയിൽ നിന്ന് അകലുന്നു എന്നൊരു ആക്ഷേപമുണ്ട്. എന്നാൽ അത് ശരിയല്ല. പുതുതലമുറയുടെ വായനാ രീതികളാണ് മാറുന്നത്. പണ്ട് നമ്മൾ വായിച്ചിരുന്ന രീതിയിലല്ല ഇന്ന് ബുക്കുകൾ വായിക്കും. എല്ലാവരും ഡിജിറ്റൽ വേൾഡിലോട്ടാണ്. അപ്പം അങ്ങനെ ഒരു പുതുതലമുറകളുടെ വായനാ രീതികളിലേക്ക് ചേരുന്ന ഒരു വായനാശീലം കൊണ്ടുവരാനായിട്ട് ഈ ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ MLA അടുത്ത് ഇത് പ്രസൻറ്റ് ചെയ്തപ്പോൾ എൻ്റെ മണ്ഡലത്തിലെ എല്ലാ കുട്ടികൾക്കും ഇത് അവൈലബിൾ ആക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ശ്രീ KN ഉണ്ണികൃഷ്ണൻ MLA അവർകളാണ് ഇതിന് തുടക്കം കുറിച്ചത്. അപ്പോൾ നിങ്ങൾ വലിയൊരു നന്ദി അദ്ദേഹത്തിനാണ് ഇത് ഏർപ്പെടുന്നത്. പിന്നെ ഏതൊരു പ്രോജക്റ്റും നടക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി നീഡ് ഫണ്ട്സ്. ഇതിന് പൈസ ആവശ്യമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പൈസ എങ്ങനെ ക്രമീകരിക്കും എന്നുള്ളത് അദ്ദേഹം തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് BPCLുമായിട്ട് സംസാരിക്കുകയും എന്നറിയാം. BPCL എല്ലാ നല്ല പ്രോജക്റ്റുകൾക്കും കേരളത്തിൽ പ്രത്യേകിച്ച് എറണാകുളത്തുള്ള നല്ല പ്രോജക്റ്റുകൾ അവരെപ്പോഴും സഹകരിക്കുകയും അവർ വളരെ വളരെ ആവേശത്തോടു കൂടി ഈ പ്രോജക്റ്റ് ഞങ്ങൾ പ്രസൻറ്റ് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾ കൈകൊടുക്കാൻ വില്ലിങ് ആണെന്ന് പറഞ്ഞ BPCLനാണ് അതീതം വലിയൊരു BPCLിലെ ടോം ജോസ് സാർ എന്നുണ്ട്, BPCLിലെ തന്നെ വിനീത് വർഗീസ്, ജോൺസൺ K സാറ്, ജോർജ് തോമസ് സാറെ ഇപ്പം ഞാൻ സമയം സ്മരിക്കുന്നു. അവരുടെ താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ ദി ഹെൽപ്പ്. പിന്നെ ഈ ഡിജിറ്റൽ ലൈബ്രറി കേരളം ഈ അസംബ്ലി മണ്ഡലത്തിൽ എല്ലാ സ്കൂളിനകത്തും ആരംഭിക്കുകയാണ്. ശ്രീ KN ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഇനീഷ്യേറ്റീവിനെ ആദ്യമായി നിയമസഭയ്ക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ്. കാരണം ഡിജിറ്റൽ ലൈബ്രറി എന്നൊരു ആശയം പലതരത്തിലും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എവിടെയും പ്രവർത്തന പദത്തിലേക്ക് എത്തിക്കാൻ പല മണ്ഡലങ്ങൾക്കും സാധിച്ചിട്ടില്ല. ഇവിടെയാണ് ശ്രീ KN ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ അതിശക്തമായ ഇടപെടലിൻ്റെ ഭാഗമായി തൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ സകല സ്കൂളുകളും ഡിജിറ്റലൈസ് ചെയ്യാനുള്ള, ലൈബ്രറികൾ ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ശ്രമത്തിന് BPCLിൻ്റെ സഹായത്തോടെ ശ്രമം തുടങ്ങി. ശ്രീ ഉണ്ണികൃഷ്ണൻ ആദ്യമായി നിയമസഭയിൽ എത്തുന്ന ആളാണ്. വളരെ നല്ല നിലയിൽ നിയമസഭയിലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന വ്യക്തിയും വളരെ കൃത്യവും അച്ചടക്കവും എല്ലാം പാലിക്കുന്ന ഒരു നിയമസഭാ സാമാജികൻ കൂടിയാണ്. നിയമസഭയിലെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ക്ലാസ്സിലെ കുട്ടികൾക്ക് മാർക്കുന്നത് പോലെ നിങ്ങളുടെ നിയമസഭാ സാമാജികൻ നല്ല A+ ഉള്ളൊരു ദിനപ്പെടുന്നത്. നിയമസഭക്കകത്തും പുറത്തും നിയമസഭക്കകത്ത് വളരെ അറ്റൻറ്റീവാണ്, വളരെ കൃത്യമായി സഭക്കകത്തിരിക്കും, കൃത്യമായി അവതരിപ്പിക്കും കാര്യങ്ങൾ.
നിങ്ങളുടെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ പലപ്പോഴും സബ്മിഷനായും അദ്ദേഹം സഭകൾക്ക് ഉന്നയിക്കാറ്. മണ്ഡലത്തിലും വളരെ സജീവമായി ഉണ്ട് എന്നതിന് തെളിവാണ് ഒരുപാട് പരിപാടിക്ക് എന്നെ ക്ഷണിക്കാറുണ്ട്. 100-200 പരിപാടിക്ക് പങ്കെടുത്തിട്ടില്ല മുമ്പ്. ഡിജിറ്റൽ ലൈബ്രറി എന്ന ഇന്നോവേറ്റീവ് ആശയം കൊണ്ടുവരാനും അദ്ദേഹം തയ്യാറായത് ഇവിടെ നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നൊരു തെളിവ് തന്നെയാണ്. ഇവിടെ അദ്ദേഹം പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, ഒരു കോസ്റ്റൽ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് വൈക്കം. അതുപോലെ ഒരു കോസ്റ്റൽ കോൺസ്റ്റിറ്റ്യുവൻസി എംഎൽഎ കൂടിയാണ് ഞാൻ. അപ്പോൾ കോസ്റ്റൽ മേഖലയിലെ പ്രശ്നങ്ങളെ വളരെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ്. ഇവിടെ സെന്റ് മേരീസ് ഹൈസ്കൂൾ ഇതൊരു ലാറ്റിൻ സഭയുടെ സ്കൂളാണ്. ഈ ലാറ്റിൻ സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് തന്നെയാണ് ഞാനും ആദ്യം അക്ഷരം പഠിച്ചത്. ഇത്തരം ഒരു സഭയുടെ സ്ഥാപനത്തിലാണ് ഞാൻ LKG മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ചത്. ഇവിടെ കോഴിക്കോട് ബിഷപ്പായിരിക്കുന്ന ബഹുമാനായ ചക്കാലക്കൽ പിതാവ് എൻ്റെ സ്കൂളിൻ്റെ മാനേജറും ആ ഘട്ടത്തിൽ എന്നെ പഠിപ്പിക്കാവുന്ന അധ്യാപകനും കൂടിയായിരുന്നു. അതുകൊണ്ട് ലാറ്റിൻ സഭയും അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം വളരെ ആദരവോടെ കാണുന്ന ഒരു പൊതുപ്രവർത്തനം കൂടിയാണ്. ഇതൊരു കോർപ്പറേറ്റ് സ്ഥാപനമാണ് സഭയുടെ. 10-17 സ്കൂളുകൾ, 20ഓളം സ്കൂളുകളൊക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല നിലയിൽ തന്നെ സ്കൂളുകൾ പ്രവർത്തിപ്പിക്കുന്ന കാര്യത്തിൽ സഭ ശ്രദ്ധിക്കാറുണ്ട് എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ഇവിടെ ഈ സ്കൂളിൽ ഞാൻ ആദ്യമായി ഇവിടെ എന്നെ 125ാം വാർഷികത്തിൽ ക്ഷണിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഇവിടെ സ്വാഗതത്തിൽ പരാമർശിച്ചതുപോലെ നിയമസഭ നടക്കുന്ന ഘട്ടത്തിൽ പലപ്പോഴും സ്പീക്കർമാർക്ക് എവിടെയും പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ പരിപാടിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. പക്ഷെ ആ കടം ഇതിലൂടെ ഞാൻ വീട്ടുകയാണ്. നിങ്ങളുടെ ഈ പരിപാടിക്ക് വരുന്നതിലൂടെ നിങ്ങളുടെ പരിപാടിയിൽ ക്ഷണിച്ചു വരാത്തതിൻ്റെ കടം ഇവിടെ വീട്ടുകയാണ്. ഡിജിറ്റലൈസേഷനെ കുറിച്ചാണ് ഇവിടെ നേരത്തെ ബുക്ക് മാർക്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഇവിടെ പറഞ്ഞത്. വായന കുറയുന്നു എന്ന അഭിപ്രായം എനിക്കില്ല. വായനയൊക്കെ നല്ല നിലക്ക് നടക്കുന്നത്. പക്ഷെ എന്ത് വായിക്കുന്നു എന്നാണ് പ്രശ്നം. വായിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ എൻ്റെ പ്രസംഗം ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ വായന തുടങ്ങും. ചിലരിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ വായിക്കുന്നത്? അതിങ്ങനെ ഫേസ്ബുക്കിൽ വായിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വായിക്കുന്നുണ്ട്. അതെന്താണ് വായിക്കുന്നത്? അതാണ് വിഷയം. വായന വരിക്കുന്നു, പുതിയ തലമുറ വായിക്കുന്നില്ല എന്ന അഭിപ്രായത്തെ ഞാൻ വളരെ ബ്ലാക്കൻ്റായി തള്ളുകയാണ്. വായിക്കുന്നുണ്ട്, എല്ലാവരും വായിക്കുന്നുണ്ട്. പക്ഷേ അത് സോഷ്യൽ മീഡിയ സ്പേസിനകത്തെ വായനയാണ്. മിക്കവാറും വായിക്കുന്ന ഫേസ്ബുക്കിലാണ്. ഇപ്പോൾ ഞാൻ ഒരു ജനറേഷൻ എക്സ് ആണ്. എനിക്ക് ശേഷം വരുന്ന മില്ലേനിയലാണ്. അതിനുശേഷം വരുന്ന ജനറേഷൻ Z ആണ്, ജെൻ സി. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ജെൻ ആൽഫയാണ്. അത് ആൽഫ തന്നെയാണ്. കുട്ടികളോട് ഇങ്ങനെ ചോദിക്കുന്നത് ആൽഫ തന്നെയാണ്. അപ്പൊ ഈ ആൽഫ വായിക്കുന്നത് എന്താണ്? ജെൻസിയും ജെൻ ആൽഫയും വായിക്കുന്നത് സോഷ്യൽ മീഡിയക്കകത്താണ്. ഇങ്ങനെ സ്ക്രോൾ ചെയ്യണം. അപ്പം നോക്കിയാൽ ഈ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടാവും. എല്ലാവരും സോഷ്യൽ മീഡിയ സ്പേസിലാണ്. അപ്പൊ ഈ സോഷ്യൽ മീഡിയ സ്പേസിൽ ഇന്റർനെറ്റിന്റെ അതിപ്രസരം, ഇന്റർനെറ്റ് ഒന്നും ഇല്ലാണ്ടോ പറയാൻ പറ്റില്ല. ഇന്റർനെറ്റ് നോക്കാൻ പാടില്ല. ഇന്റർനെറ്റ് സംവിധാനത്തെ പൂർണ്ണമായും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഡിജിറ്റൽ ലൈബ്രറിയാണ് ഇവിടെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത, നിങ്ങൾ കൃത്യമായി ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകം വരും. നിങ്ങൾക്ക് ലൈബ്രറി പോയിട്ട് ഇങ്ങനെ കാറ്റലോഗ് പരതേണ്ട കാര്യമൊന്നുമില്ല. ലൈബ്രറിയിൽ പോയി ലൈബ്രറിനെ കണ്ട് കാറ്റലോഗ് വരേണ്ട ആവശ്യം ഫിംഗർ ടിപ്പിലാണ്. നിങ്ങളുടെ ഫിംഗർ ടിപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകം സെർച്ച് ബട്ടൺ നേരെ നോക്കി അടിച്ചാൽ, ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓഥറുടെ പുസ്തകം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓഥർ, അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് പബ്ലിക്കേഷൻ എന്താണ്, ലേറ്റസ്റ്റ് സൃഷ്ടി എന്താണ്, ആ ഓഥർ പേരടിച്ചാൽ അവിടെ തെളിഞ്ഞു വരും. ആ ഓഥർ പേരടിച്ചാൽ അതിനകത്ത് തെളിഞ്ഞു വരുന്നു. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ഓഥറുടെ ഒരു കോപ്പി ഉണ്ടോ സ്കൂളിൽ? ഉദാഹരണത്തിന് KR Miniയുടെ പുസ്തകം, അത് സ്കൂൾ ലൈബ്രറിയിൽ ഒന്നാ ഉണ്ടാവാന്നിരിക്കും. അത് അറ്റ് എ ടൈം ഒരു കുട്ടിക്ക് മാത്രമേ വായിക്കാൻ പറ്റൂ. ഇതാകുമ്പോഴോ ഇത് കുട്ടികൾ കുറേ വായിക്കും. അപ്പൊ ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറയുന്ന സംവിധാനത്തെ പരിപൂർണാർത്ഥത്തിൽ വിനിയോഗിക്കാൻ എന്റെ മുന്നിൽ കൂടിയിരിക്കും നിങ്ങൾ തയ്യാറാവണം. ഇതൊരു മാതൃകയാണ്. പുതിയ തലമുറയെ റീഡിംഗ്, വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവരാൻ. റീഡിംഗ് രണ്ടുണ്ട്. വൊറേഷ്യസ് റീഡർ എന്ന് പറയാം, നല്ല വായനക്കാരൻ. ചിലർ നല്ല വായനക്കാരുണ്ട്, ചിലർ ഒപ്പിച്ചു വായിക്കുന്ന ആൾക്കാരുണ്ട്, ചിലർ വായിക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ചിലർ പറയും
ഉറക്കം തീരെ കിട്ടിയില്ല സഖാവേ. അപ്പൊ ഞാൻ ചിന്ത ചെയ്തു, ഞാനൊരു പത്രം എടുക്കാൻ വായിക്കാൻ തുടങ്ങിയോടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചില ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് വായന വളരെ അനിവാര്യമാണ്. വായിച്ചാൽ മാത്രമേ, കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. അതുകൊണ്ട് നല്ല രീതിയിൽ വളരാൻ, സമൂഹത്തിനും നാടിനും ഗുണകരമാകുന്ന നല്ല വിദ്യാർത്ഥി സമൂഹമായി മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഏത് വായിച്ചും പഠിച്ചും വളർന്നാലും ആത്യന്തികമായി നിങ്ങൾ എത്തിച്ചേരേണ്ടത് നല്ല മനുഷ്യനാണ്. ബീങ് എ ഗുഡ് ഹ്യൂമൻ ബീങ്, നല്ല മനുഷ്യനായി മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് വൈപ്പിൻ അസംബ്ലി സെഗ്മെന്റിനകത്ത് ബഹുമാനനായ ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണന്റെ ഇനീഷ്യേറ്റീവിന്, ഡിജിറ്റൽ ലൈബ്രറി എന്ന ആശയത്തെ അഭിനന്ദിക്കുന്നു, ഇനീഷ്യേറ്റീവിനെ അഭിനന്ദിക്കുന്നു. ഇതിന് കേരള നിയമസഭയുടെ പേരിലുള്ള എല്ലാ അഭിനന്ദനവും ബഹുമാൻ ഉണ്ണികൃഷ്ണനും അതിനെ സഹായിച്ച DPSനും അറിയിച്ചുകൊണ്ട് ഉദ്ഘാടനം പ്രഖ്യാപിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ശ്രീമാൻ AN ഷംസി സാർ, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട അധ്യാപകരെ, സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരെ, പ്രിയ വിദ്യാർത്ഥിനികളെ, 3 മിനിറ്റാണ് പ്രസംഗം, 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചത്. ഞാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ അമ്മച്ചിയെ കാണാനായി പോയി. അമ്മച്ചി 2 മുട്ടും മാറ്റിവെച്ച് റെസ്റ്റ് ചെയ്യുകയാണ്. അപ്പം അമ്മച്ചി ഒരു 6ാം ക്ലാസ് വരെ മാത്രം പഠിച്ച ഒരു കുടുംബിനിയാണ്, വയസ്സ് 75. അപ്പോൾ ഞാൻ എൻ്റെ പെങ്ങളുടെ വീട്ടിലാണ് അമ്മച്ചി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഒരാഴ്ച ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പകടിയുടെ ചെമ്മീൻ ഇരിക്കുന്നു. ചെമ്മീൻ നിങ്ങൾക്കറിയാം. പിന്നീട് പിറ്റേ ആഴ്ച ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആടുജീവിതം അതിരിക്കുന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ പെങ്ങളുടെ മകൻ ഒരു PGക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അവൻ വായിക്കാനെടുത്ത പുസ്തകമായിരിക്കും എന്ന് ഞാൻ കരുതി. ഞാൻ വെറുതെ ചോദിച്ചപ്പോൾ പെങ്ങളുടെ മകൻ പറഞ്ഞു, അമ്മച്ചി പറഞ്ഞിട്ട് ലൈബ്രറിയിൽ നിന്ന് എടുത്ത പുസ്തകമാണ്. അപ്പോൾ അമ്മച്ചി വേറൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ നോവലുകളും അതുപോലെ തന്നെ സാഹിത്യമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, വായിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ഇവിടെ പറഞ്ഞ് കഴിഞ്ഞ കാര്യമാണ്, നമ്മൾ വായിക്കുന്നുണ്ട്, വായന മരിച്ചു പോയിട്ടൊന്നുമില്ല. ഞാൻ ആലുവ സെമിനാരിയിലെ ബ്രദർ ലൈബ്രറിയനായി സേവനം ചെയ്ത ഒരു വ്യക്തിയാണ്. ഉച്ച സമയത്ത് റെസ്റ്റ് ചെയ്യാൻ കിട്ടുന്ന സമയം ലൈബ്രറിയനായി ജോലി ചെയ്തതിന് കാരണം വായിക്കണം എന്നുള്ള അദമ്യമായ ആഗ്രഹമായിരുന്നു. കാരണം ലൈബ്രറിയൻസിന് ഏത് ദിവസം വേണമെങ്കിലും സ്റ്റാഫ് റൂമിൽ കയറി ഇഷ്ടമുള്ള പുസ്തകം എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് പുസ്തകങ്ങളുള്ള ആലുവ സെമിനാരിയിലെ ലൈബ്രറിയിൽ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കയറി പുസ്തകങ്ങൾ എടുക്കാമായിരുന്നു. ഒരു പക്ഷേ പഠിക്കേണ്ട സമയത്ത് ഫിലോസഫി, തിയോളജി പുസ്തകങ്ങൾ വായിക്കുന്നതിന് പകരം സാഹിത്യവും കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ച ഒരു ഓർമ്മയാണ് എനിക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ ലൈബ്രറി നമ്മുടെ വൈപ്പിൻകരയിൽ എല്ലാ സ്കൂളുകളിലും സ്ഥാപിക്കപ്പെടുമ്പോൾ അതൊരു വലിയ തുറവിയിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. കാരണം അനന്തമായ സാധ്യതകൾ ഉപയോഗിക്കാനുള്ള ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ഞാനിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് കോട്ടപ്പുറം രൂപതയെയും അഭിമന്യ അംബ്രോസ് പിതാവിനെയുമാണ്. അപ്പോൾ ഈ സത്സംരംഭത്തിന് തുടക്കം കുറിക്കുന്നതിന് എല്ലാവിധത്തിലും പരിശ്രമിച്ച് ഇത് വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്ന ശ്രീമാൻ കെ എൻ ഉണ്ണികൃഷ്ണൻ MLA കോട്ടപ്പുറം രൂപതയുടെ പേരിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഇത് കൂടുതൽ അനന്ത സാധ്യതകളിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും ഈ പരിപാടി ഇവിടെ നടക്കുമ്പോൾ സെന്റ് മേരീസ് സ്കൂളിനെ ഓർക്കാതിരിക്കാൻ കഴിയില്ല, പള്ളിപ്പുറത്തെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ വൈപ്പിൻകരയുടെ ചരിത്രം നമുക്കറിയാം. 1341 വെള്ളപ്പൊക്കം മുതൽ തുടങ്ങുന്ന ഒരു ചരിത്രമാണ്. ആ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് ഈ പള്ളിപ്പുറം പഞ്ചായത്ത്, അല്ലെങ്കിൽ ഈ പള്ളിപ്പുറം പള്ളി, പള്ളിപ്പുറം കോട്ട. ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രമുഖമായ സ്ഥലമാണ്. ഈ പള്ളിപ്പുറം പള്ളിയുടെ ചരിത്രം 500-ലധികം വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു പള്ളി. അതൊരു വൈപ്പിൻകരയിലെ ഒരു ബസിലിക്ക പള്ളിയൊക്കെയാണ്. അതുപോലെ ഈ സെന്റ് മേരീസ് സ്കൂൾ, ഈ സ്കൂൾ പ്രദാനം ചെയ്തിട്ടുള്ള 4 ബിഷപ്പുമാര്, ഈ പള്ളിപ്പുറത്തു നിന്ന് തന്നെ 4 ബിഷപ്പുമാര്, അതുപോലെ തന്നെ സിപ്പി സാർ അടക്കമുള്ള എത്രയോ പ്രഗത്ഭരായ അധ്യാപകരുടെ അധ്യാപനം നടത്തി
അതുപോലെ തന്നെ PC വർഗീസ് സാറിനെ പോലെയുള്ള പത്രപ്രവർത്തന രംഗത്തും സാമാജിക എന്നുള്ള നിലയിലുമെല്ലാം പ്രഗത്ഭരായ എത്രയോ പേരെ ഈ പള്ളിപ്പുറം എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നിന്നുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലാസ് റൂം പഠനം, IT സാങ്കേതിക വിദ്യകൾ നാം കൈകാര്യം ചെയ്തേ പറ്റൂ എന്ന നിലയിലായി. ഇത് എല്ലാ സ്കൂളുകളിലെയും കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയ ഒരു പ്രവർത്തനം തന്നെയാണ്. ഒരുപക്ഷെ വിദേശത്തും ടെക്നിക്കൽ സൗകര്യങ്ങളുള്ള കോളേജുകളിലും സ്കൂളുകളിലും മാത്രമുള്ള ഈ ലൈബ്രറികൾ ഇന്ന് സാധാരണക്കാരായ കുഞ്ഞുങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യകളെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നന്നായി പഠനം നടത്തുക എന്നുള്ളതാണ്. അതിനുള്ള അവസരം ലഭിക്കുകയാണ്. അതുപോലെ തന്നെ ടീച്ചേഴ്സിനും വളരെ ഭയത്തോടെ മാത്രം കണ്ടിരുന്ന ഇത്തരം നവസങ്കേതങ്ങളെ ഏറ്റവും ആത്മവിശ്വാസത്തോടെ തങ്ങളുടെ ക്ലാസ് മുറികളിൽ ആശയങ്ങളെ വിനിമയം ചെയ്യുന്നതിനും ആയിരക്കണക്കിന് പുസ്തകങ്ങളിലേക്കും ഓഡിയോ ജേണലുകളിലേക്കും മൾട്ടിമീഡിയ മെറ്റീരിയലിലേക്കും ഒക്കെ എളുപ്പത്തിൽ പ്രവേശനം ലഭിക്കുന്നതിനും ഉപയോഗപ്രദമാകും. ഉണ്ണികൃഷ്ണൻ സാറിന് ഞാൻ ഒരുപാട് ഹൃദയത്തോട് ചേർന്ന് നന്ദി അർപ്പിക്കുന്നു. അദ്ദേഹം ആദ്യമായി ഞാൻ കണ്ടുവന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിനയവും ഡൗൺ ടു എർത്ത് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ വളരെ മാതൃകാപരമായിരുന്ന ഒരു കാര്യമായിരുന്നു. ഇന്ന് UN അല്ലെങ്കിൽ വേൾഡ് എക്കണോമിക് ഫോറം മുതലായ ഗ്ലോബൽ പ്ലാറ്റ്ഫോംസിൽ വളരെ ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഇന്നെ കേപ്പബിൾ ആക്കിയതിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അവരുടേതായൊരു പങ്കുണ്ടെന്നത്. ഒരുപാട് ദിവസങ്ങളായി ഒരുപാട് പേര് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് നമുക്ക് ഇത്ര ഭംഗിയായി ഈ ഒരു ഉദ്ഘാടനം ഇവിടെ നല്ല രീതിയിൽ നടത്താൻ സാധിച്ചത്. ഈ ഡിജിറ്റൽ യുഗത്തിൽ കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ചു വളരാനുള്ള ഒരു പ്രധാന സംഭവമാണ് നമ്മുടെ MLA വഴി ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. വൈപ്പിൻ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഇത് നന്നായി ഈ ഒരു തലമുറയ്ക്ക് നന്നായി ഉപകരിക്കും.